ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ 65 ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 3/4 കിലോ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ വീതം ചെറിയ ജീരകത്തിന്റെ പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ വീതം മൈദ, കോൺഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് 2 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കുക. മുഴുവൻ സവാളയും ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് വേണം നമുക്ക് ചിക്കൻ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ചിക്കൻ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി മുഴുവൻ ചിക്കനും ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബിരിയാണി ഉണ്ടാക്കാനുള്ള പോട്ട് സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 1/2 കപ്പ് വീതം പൊടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അരി വേവിക്കാനായിട്ട് 3/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1/2 കിലോ അരി, അതായത് 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് അരമണിക്കൂർ കുതിർത്തി എടുത്തിട്ടുള്ള അരിയാണ്. അരി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് അരമുറി നാരങ്ങാനീരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ചാൽ വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് 1/2 കപ്പ് പുളിയില്ലാത്ത തൈരിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ വീതം മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഈ സമയം കൊണ്ട് വെന്തിട്ടുള്ള ചോറ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പകുതി ചോറ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ചോറ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ തൈരിൻ്റെ സോസ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ദം ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ബിരിയാണി സെർവ് ചെയ്യുന്നതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഒരു വലിയ ബൗൾ എടുക്കാം. അതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ബിരിയാണി റൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ കമഴ്ത്തി എടുക്കാം. അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണിയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.